ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു വെറൈറ്റി ഡിഷാണ് ചെയ്യുന്നത്. പൊട്ടറ്റോയും ബീഫും ഇതെല്ലാം ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 200 ഗ്രാമോളം കീമയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബീഫിൻ്റെ കീമ. അപ്പോൾ അതൊന്നും നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം തന്നെ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടി രണ്ടും കൂടി ഒരു 1/4 കപ്പ് മതി. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സവാള ചെറുതാക്കി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും ചെറുതാക്കി ചോപ്പ് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അത് നല്ലതുപോലെയൊക്കെ ഒന്ന് വഴറ്റി അതിലത്തെ ആ ഒരു പച്ച അപ്പോൾ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പൊട്ടറ്റോ, ചെറിയൊരു പൊട്ടറ്റോ മതി, അത് നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് ബോയിൽ ചെയ്ത് ഉടച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കാം. നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ സ്റ്റഫ് റെഡിയായി. അത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ തന്നെ ഉടച്ചെടുക്കുകയാണ്. നല്ലതുപോലെ ഉടച്ചെടുക്കാം. മിക്സിയിലിട്ടൊന്നും അടിക്കരുത്, കാരണം ഇതൊരു പശ പോലെ ആയിപ്പോവും. ഇതുപോലൊരു ഫോർക്ക് വെച്ചോ അതല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ മാവ് അതല്ലെങ്കിൽ കോൺഫ്ലോർ, ഇത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോൺഫ്ലോറാണ് ചേർത്തിരിക്കുന്നത്. കോൺഫ്ലോർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൈദ ആയാലും മതി. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പൊട്ടറ്റോ നമ്മൾ ഉപ്പിട്ടാണ് പുഴുങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതുപോലെ അതിൻ്റെ സ്റ്റഫിലും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കണ്ട. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൂവി കൊടുക്കുക. അപ്പം നമുക്ക് സുഖമായിട്ട് ഇത് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പൊട്ടറ്റോ മാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പീസ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബ്രെഡ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് കയ്യിൽ ഉള്ളിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം.
ഇതേപോലെ എല്ലാം നമുക്കിനി ചെയ്തെടുക്കാം. പൊട്ടറ്റോ ആയതുകൊണ്ട് ഇങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ മൈദമാവോ അതല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പരത്തിയെടുക്കാനോ അതുപോലെ ഷേപ്പാക്കി എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. കോൺഫ്ലോറോ അതല്ലെങ്കിൽ മൈദയോ ചേർത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 150 ഗ്രാമോളാണ് പൊട്ടറ്റോ എടുത്തേക്കണത്. 1 കപ്പ് കോൺഫ്ലോറും. ഇത്രയും കൊണ്ട് നമുക്ക് 8 ബോൾസ് റെഡിയാക്കി എടുക്കാൻ പറ്റി. അത് ഒരുവിധം വലിയ ബോൾസാണ്, ചെറുതല്ല, നല്ല വലുതാണ്. ഇത് ബോൾസായിട്ട് നമുക്ക് വെക്കാം. ഞാനിത് നമുക്ക് മൊരിയിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് ഞാനിതൊരു പതുക്കെ ഒന്ന് പരത്തി കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ശരിക്കും മൊരിയിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ പൊട്ടറ്റോ ആണ് ഇതിൻ്റെ കവറിങ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പക്ഷേ നമ്മളിത്തിരി ബുദ്ധിമുട്ട് ഇത് ചെയ്താലും നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് സാധാരണ എല്ലാവർക്കും തന്നെ പൊട്ടറ്റോ ഇഷ്ടമാണ്. അത് ഇതേപോലെയൊക്കെ നമ്മൾ ആക്കിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി കൂടും. പൊട്ടറ്റോ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും. ഇനി നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാൻ. അതിന് വേണ്ടി ഞാനൊരു തവ സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. സ്റ്റഫ് ഉണ്ടാക്കാനുള്ള ബീഫ് നമുക്ക് അളവ് ഇത്രയൊന്നൊന്നുമില്ല. അതുപോലെ ചിക്കനും നമുക്ക് ചെയ്യാം. അളവ് ഇത്രയൊന്നൊന്നുമില്ല. നമുക്ക് മീറ്റ് കുറവാണെങ്കിൽ അതിൽ സവാളയും അതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. പിന്നെ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.